എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. LDC 2024 വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും പഠിക്കുന്നത് അല്ലേ. തലേ ദിവസം ടോപ്പിക്ക് നമ്മുടെ ടെലഗ്രാമിൽ ഇടുകയും പിറ്റേ ദിവസം അതിൻ്റെ ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇത് കാണാൻ കേട്ടോ. എന്നാലാണ് ഒരു റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ എല്ലാ പോയിൻറ്റ്സും പറഞ്ഞു പോകുന്നു, കൂടെ ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. INCI റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ലെങ്തി ക്ലാസ് ആണ്, പക്ഷേ അതിൽ എല്ലാ പോയിൻറ്റ്സും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് പിന്നെ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത്, ഇന്ന് രാവിലെയാണ് അമേരിക്കൻ റെവല്യൂഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ആ ക്ലാസ്സും എല്ലാവരും കണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഇന്നത്തേക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നത് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും പിന്നെ വൈറ്റമിൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷൻ നമുക്കറിയാം, അതിൽ 5 ഇയർ പ്ലാനിനെ പറ്റി ഇതിൽ പറയുന്നില്ല. 5 ഇയർ പ്ലാൻ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളതാണ്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻസ് ഇന്നത്തെ പോലെ തന്നെ നമുക്ക് നാളെ രാവിലത്തേക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും വൈറ്റമിൻസ് നോക്കാനുള്ളവരും നോക്കുക. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്, അതായത് പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണിത് നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്നാണ് നീതി ആയോഗ് വന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. 2015 ജനുവരി 1. ഇതുപോലുള്ള ഇപ്പം നീതി ആയോഗിൻ്റെ ഫുൾ ഫോം, നീതി അതിൻ്റെ ഫുൾ ഫോം എന്താണ്, നിലവിൽ വന്നത് എന്താണ്, അതൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറവായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ കൂടുതലായിട്ട് CEO ഒക്കെ ചോദിക്കാറുണ്ട്, ഇപ്പോഴത്തെ അധ്യക്ഷനാര് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ അല്ലാതെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ SCRT ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതലായിട്ട് പഠിക്കണം. SCRTയിലും കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നോക്കി വയ്ക്കുക എന്തൊക്കെയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. ഇനി എന്താണ് ഫുൾ ഫോം എന്ന് പറയുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അതാണ് ഫുൾ ഫോം കേട്ടോ, നീതി ആയോഗിൻ്റെ ഫുൾ ഫോം. ഇനി ഈ നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപദേശക സമിതിയാണ്. ഓർത്തു വയ്ക്കണം, നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഉപദേശക സമിതിയാണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഓക്കെ, ഇതൊരു അഡ്വൈസറി ബോഡി മാത്രമാണ് കേട്ടോ ഇത് നീതി ആയോഗ് എന്ന് പറയുന്നത്, ഉപദേശക സമിതിയാണ്. ഈ പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വരാൻ കാരണം DG അജയ് ചിബ്ബറിൻ്റെ ശുപാർശ പ്രകാരമാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. DG അജയ് ചിബ്ബറിൻ്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം ഏത് വന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. ഇനി ആരാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ? എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആര്? പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണല്ലേ. ആരാണ്? മോദിയാണ്. ഇപ്പോൾ ആരാണ്? മോദിയാണ്. ഇനി ആദ്യ ഉപാധ്യക്ഷൻ, ആദ്യ ചെയർമാനും മോദിയായിരുന്നു, ഇപ്പോഴും മോദിയായിരുന്നു. ഇനി ആദ്യ ഉപാധ്യക്ഷൻ ആരായിരുന്നു? നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയായിരുന്നു കേട്ടോ. അരവിന്ദ് പനഗരിയാണ് ആദ്യ ഉപാധ്യക്ഷനായിരുന്നത്. ഇനി രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആര്? ഇത് പഠിക്കണം, 1ഉം 2ഉം പഠിക്കണം. രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാറാണ്. ആരാണ്? രാജീവ് കുമാർ കേട്ടോ, രാജീവ് കുമാർ. അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യ ഉപാധ്യക്ഷനായിരുന്നത് അരവിന്ദ് പനഗരിയും രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചത് രാജീവ് കുമാറുമാണ്. രാജീവ് കുമാർ. ഇനി നിലവിലെ ഉപാധ്യക്ഷൻ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നിലവിലെ ഉപാധ്യക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ചോദിക്കാറുള്ളതാണിപ്പോൾ. സുമൻ ബെറിയാണ് അല്ലേ. സുമൻ ബെറിയാണ് നിലവിലെ ഉപാധ്യക്ഷൻ. ആരാണ്? ഉപാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ വൈസ് ചെയർമാൻ കേട്ടോ. ആരാണ്? സുമൻ ബെറിയാണ്. ഇനി അപ്പോൾ അധ്യക്ഷനും ഉപാധ്യക്ഷനും കിട്ടിയല്ലോ. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, രണ്ടാമത്തെ ഉപാധ്യക്ഷൻ രാജീവ് കുമാർ. ഇപ്പം നിലവിൽ ആരാന്ന് ചോദിച്ചാൽ സുമൻ ബെറി. എന്നാൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് നീതി ആയോഗ് 2015 ജനുവരി 1 ഇനി CEO, ആദ്യ CEO ആരാണ്? ആരാണ്?
ആദ്യ CEO എന്ന് പറയുന്നത് സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു. CEO ആദ്യ CEO സിന്ധു, ആദ്യ CEO സിന്ധു കിട്ടൂലോ. സിന്ധു ശ്രീ ഖുള്ളർ ആയിരുന്നു ആദ്യ CEO. രണ്ടാമത്തെ CEO ആരാണ്? അമിതാഭ് കാന്ത് ആണ് കേട്ടോ. രണ്ടാമത് ആരായിരുന്നു? അമിതാഭ് കാന്ത്. രണ്ടാമത് അമിതാഭ് കാന്ത്. അമിതാഭ് കാന്തിൻ്റെ ബുക്ക് നമുക്ക് നോക്കാനുണ്ട് കേട്ടോ, അത് പറയാം. അപ്പോൾ രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത്. ഇനി നിലവിലെ CEO ആരാണ്? നിലവിലെ CEO, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO ആരാണ്? കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ്? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് കേട്ടോ. BVR സുബ്രഹ്മണ്യം നിലവിലെ CEO. അപ്പോൾ ആദ്യ CEO സിന്ധു ശ്രീ ഖുള്ളർ, രണ്ടാമത്തെ CEO ആയിരുന്നത് അമിതാഭ് കാന്ത്. ഇപ്പോൾ ആരാണ് നിലവിൽ? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഇനി ഇതിൽ നമുക്ക് അമിതാഭ് കാന്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അമിതാഭ് കാന്തിൻ്റെ രണ്ട് പുസ്തകങ്ങളുടെ പേരും കൂടി നമുക്ക് ഓർത്തു വയ്ക്കണം. ഓക്കെ, അതിവിടെ ഫ്രണ്ടിൽ എഴുതാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഒന്നാമത്തേത് ബ്രാൻഡിങ് ഇന്ത്യ. എന്താണ്? ബ്രാൻഡിങ് ഇന്ത്യ. ബ്രാൻഡിങ് ഇന്ത്യ. ബ്രാൻഡിങ് ഇന്ത്യ. An incredible story. An incredible story. Branding India. An incredible story. ഓക്കെ, ആരുടെയാണത്? അമിതാഭ് കാന്തിൻ്റേതാണ്. ഫോർമർ CEO ആയിരുന്ന അമിതാഭ് കാന്തിൻ്റെയാണ് ബ്രാൻഡിങ് ഇന്ത്യ, ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി. ഇനി വേറൊരു ബുക്കും കൂടിയുണ്ട്, നമുക്ക് നോക്കാം. വേറൊരു പുസ്തകത്തിൻ്റെ പേരും കൂടിയുണ്ട്, ഇൻക്രെഡിബിൾ ഇന്ത്യ. ഇതിലും എന്തുണ്ട്? ഇൻക്രെഡിബിൾ ഉണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ രണ്ടിൽ ഇൻക്രെഡിബിൾ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന വാക്കുണ്ട്. അത് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ G20 ഇതിലായിട്ടല്ലേ അദ്ദേഹം. അപ്പോൾ അമിതാഭ് കാന്തിൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ബ്രാൻഡിങ് ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറിയും പിന്നെ ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 സിനർജീസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഗവേണൻസ്. ഓക്കെ, ഇനി അപ്പോൾ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, CEO അതൊക്കെ ഓക്കെ ആയല്ലോ. പിന്നെ CEOയിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. മലയാളിയായ നീതി ആയോഗിൻ്റെ CEO ആരാന്ന് ചോദിച്ചാരാണ്? മലയാളിയായ നീതി ആയോഗിൻ്റെ CEO പരമേശ്വരൻ അയ്യറാണ് കേട്ടോ. ആരാണ്? പരമേശ്വരൻ അയ്യർ. പേര് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ? പരമേശ്വരൻ, മലയാളിയായ നീതി ആയോഗ് CEO ആണ് കേട്ടോ, പരമേശ്വരൻ അയ്യർ. ഇനി നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 2015 ഫെബ്രുവരി 8-നാണ്. ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8. ഓക്കെ, 2015 ജനുവരി 1-ന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യ സമ്മേളനം നടന്നത് ഫെബ്രുവരി 8-നാണ്. ഈ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എന്താണ്? ടീം ഇന്ത്യ എന്നാണ് കേട്ടോ. ടീം ഇന്ത്യ എന്നാണ് ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അധ്യക്ഷൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ? അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് നോക്കിയേ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, പിന്നെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ, പിന്നെ യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ. ഇപ്പോൾ ഉപാധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നിയോഗിക്കുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ആരാണ്? ഉപാധ്യക്ഷൻ. സ്ഥിരം അംഗങ്ങൾ, പിന്നെയുള്ളത് ആരാണ്? സ്ഥിരം അംഗങ്ങളുണ്ട്. 4 അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. സ്ഥിരം അംഗങ്ങളുണ്ട്, 4 അനൗദ്യോഗിക അംഗങ്ങൾ. ഈ അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് കേട്ടോ. ഓക്കെ, കേന്ദ്രമന്ത്രിമാർ. പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റീസ് ഉണ്ടാവും. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഓക്കെ ആയല്ലോ അത്രയും. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.
2022-23 ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതി ഏതാണ്? 2022-23 ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി? The Strategy for New India at 75. The strategy for New India. The strategy for New India. The strategy for New India at 75 എന്നുള്ളത് 2022-23 ലക്ഷ്യമാക്കി നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ്. ഇനി നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനം, ആ പ്രധാന സ്ഥാപനത്തിൻ്റെ പേരെന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഷോർട്ടായിട്ട് നമ്മൾ NILERD ഫുൾ ഫോം ശ്രദ്ധിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, RD എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആണ് NIL എന്ന് പറയുന്നത്. അത് നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനമാണ്. മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിൽ ചോദിക്കാം കേട്ടോ ചിലപ്പോൾ. ഈ ഫുൾ ഫോം തരാതെ NILERD റൈറ്റ് സൈഡിൽ തരുന്നു, ലെഫ്റ്റ് സൈഡിൽ നീതി ആയോഗ്, അങ്ങനെ കുറച്ചൊക്കെ തരുന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം, ഫുൾ ഫോം ഓർത്ത് വയ്ക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നീതി ആയോഗാണ്. നീതി ആയോഗ്. ഈ നീതി ആയോഗിനെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണേ. ഇത് തന്നിട്ട് ഇതിലല്ലാത്തത് ഏതാണോ അത് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 4 പ്രധാന തലങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. 4 പ്രധാന തലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. ഫ്രെയിം വർക്കാണ് പറയുന്നത്, പ്രോഗ്രാം ഫ്രെയിം വർക്ക് അല്ലേ. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. പിന്നെയോ കോർപ്പറേറ്റീവ് ഫെഡറലിസം അല്ലെ സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നു. പിന്നെ നിരീക്ഷണവും വിലയിരുത്തലും. തിങ്ക് ടാങ്ക് നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയായിരിക്കും നീതി ആയോഗിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? എല്ലാത്തിനും ഉള്ളൊരു നയമൊക്കെ രൂപീകരിക്കുന്നു, അതിൻ്റെ ചട്ടക്കൂടൊക്കെ രൂപപ്പെടുത്തുന്നു. പിന്നെയോ സഹകരണ ഫെഡറലിസം, നമുക്കറിയാം അത് സ്റ്റേറ്റ് ആയിട്ടുള്ള സഹകരണം അല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നിരീക്ഷണം ഉണ്ടാവും, എന്നിട്ട് അത് വിലയിരുത്തുന്നു. പിന്നെ തിങ്ക് ടാങ്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെ നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ്. സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തിരിച്ചറിയൂലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് PSC. ഇനി നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? നീതി ആയോഗിൻ്റെ അറ്റാച്ച്ഡ് ഓഫീസാണ് DMEO. നമ്മൾ ആദ്യം കണ്ടത് എന്തായിരുന്നു? NILERD എന്ന് പറയുന്നത് നീതി ആയോഗിന് കീഴിലുള്ള ഒരു പ്രധാന സ്ഥാപനം എന്നതാണ്. ഇവിടെ നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായി കൊടുത്തിട്ടുള്ളത് DMEO, അതായത് ഡെവലപ്മെൻറ്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഓക്കെ, ഈ DMEO ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചത്, അതായത് ഈ നീതി ആയോഗിൻ്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസായിട്ട് DMEO ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചതെന്നാണ് ചോദിച്ചാൽ 2015 സെപ്റ്റംബർ 18. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ലാസ്റ്റ് നോക്കട്ടെ. ലാസ്റ്റ് പ്ലേസ് ഉണ്ട്, നമുക്കിവിടെ ഒന്ന് പറയാം അല്ലേ, ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അതായത് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ SCRT-യിലുണ്ട്. 6 പോയിൻറ്റ്സേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും, കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ വായിക്കാം. വ്യാവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക.
ഒന്നാമത്തെ എന്താണ്? വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. സർവീസ് സെക്ടറിലൊക്കെ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക. പിന്നെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. അപ്പം മിശ്ര കാർഷിക ഉൽപ്പാദനം അതാണ് പിന്നെ പറയുന്നത്. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പിന്നെയുള്ളത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. മധ്യവർഗം. അപ്പം മധ്യവർഗത്തെ എന്ത് ചെയ്യുക? മധ്യവർഗത്തിലെ കൂടുതൽ. അപ്പം മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അടുത്തത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അടുത്ത പോയിന്റ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. സാങ്കേതിക വിദ്യ. എന്താണ് സാങ്കേതിക വിദ്യ? ലാസ്റ്റ് പോയിന്റ്, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ആഗോള മാറ്റവും വിപണി ശക്തിയും അതൊക്കെ നേരിടാൻ വേണ്ടി ഇന്ത്യയെ പ്രാപ്തമാക്കുക. 6 പോയിന്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമല്ലോ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. 2, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. പിന്നെയോ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. പിന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതിലപ്പോൾ ഈ പോയിന്റ്സ് ഇപ്പം ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതി വയ്ക്കുന്നവരാണെങ്കിൽ എഴുതി വെച്ചാൽ മതി. പക്ഷേ ഒരു 5-6 തവണ ഫുള്ളായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. വല്ലേ ഞാൻ പറഞ്ഞതൊരു 3-4 ആണെങ്കിൽ കേട്ടിട്ട് വേണം. എന്നാലാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഓക്കെ ആയല്ലോ. അപ്പോൾ നീതി ആയോഗ് പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്? CEO മാറുന്നുണ്ടോ, ഉപാധ്യക്ഷൻ, അതൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ കറണ്ട് അഫയേഴ്സായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻഡെക്സിൻ്റെ കാര്യമൊക്കെ വരുവാണെങ്കിൽ പോവർട്ടി ഇൻഡെക്സ്, നീതി ആയോഗിൻ്റെ പോവർട്ടി ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി നോക്കാനുള്ളത് ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. ആദ്യം ആസൂത്രണ കമ്മീഷനിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്നാണ് 1938 ഹരിപുര INC സമ്മേളനം. നമ്മൾ INC ഇന്നലെ പഠിച്ചില്ലേ? ഹരിപുര ആരാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യമൊക്കെ പഠിച്ചതാണല്ലേ. ഇവിടെ ആരുടെ അധ്യക്ഷതയിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് കേട്ടോ. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് ആരുടെ അധ്യക്ഷതയിലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് 1938. ഓക്കെ ആണല്ലോ. ഇനിയുള്ളത് ഇതിന് ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ പിന്തുടർച്ചയെന്നോണം 1946 ഇടക്കാല ഗവൺമെൻറ് അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. എന്താണ് രൂപീകരിച്ചത്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ്. ഇടക്കാല ഗവൺമെൻറ് 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് രൂപീകരിച്ചു. ആ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ KC നിയോഗിയാണ്. ആരാണ്? KC നിയോഗി. ഓക്കെ, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരായിരുന്നു? KC നിയോഗിയായിരുന്നു. ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. അപ്പം നെഹ്റു ആരായിരുന്നു? നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നത്. ഓക്കെ, ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ഓരോരോ കാര്യങ്ങൾ വേഗം വേഗം പറഞ്ഞു, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആദ്യത്തേത് ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം
ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം. അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രി അല്ലേ? അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് ആസൂത്രണ കമ്മീഷൻ്റെ ചുമതലകൾ? അതാണ് ഈ കൊടുത്തിട്ടുള്ളത്, ചുമതല എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തേത് പദ്ധതി തയ്യാറാക്കുക, പിന്നെ അതിൻ്റെ നടത്തിപ്പ്, അവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലേ? അതാണ് ഇത് ഈ ആസൂത്രണ കമ്മീഷൻ്റെ ചുമതല. ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നതും എന്തായിരുന്നു? ഒരു ഉപദേശക സമിതിയായിരുന്നു. ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്കറിയാം, പ്രധാനമന്ത്രി. ആദ്യ പ്രധാനമന്ത്രി ആരാണ്? നെഹ്റു. അപ്പോൾ ആദ്യ അധ്യക്ഷൻ നെഹ്റു. ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇത് പണ്ടൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാ അല്ലേ? ഗുൽസാരിലാൽ നന്ദയാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ. ഇനി ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചിട്ട് പോവാം. ആരൊക്കെയാന്ന് നോക്കി. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ആരൊക്കെയാണ്? CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. അത് ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. ഓക്കെ. ഇനി അവസാനത്തെ ചെയർമാൻ ആരായിരുന്നു? അവസാനത്തെ അധ്യക്ഷൻ മോദി അല്ലേ? അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? മോദി ആയിരുന്നു. അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അലുവാലിയ. മുണ്ടേക് സിംഗ് അലുവാലിയാണ് കേട്ടോ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ. ആരാണ്? മുണ്ടേക് സിംഗ് അലുവാലിയ. കിട്ടിയോ? ഓക്കെ ആണല്ലോ. നമ്മൾ 5 ഇയർ പ്ലാൻ പഠിക്കും കേട്ടോ. 5 ഇയർ പ്ലാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ പഠിക്കാനല്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പീപ്പിൾസ് പ്ലാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ബോബെ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, അത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്കത് ഒരു ടോപ്പിക് എന്ന രീതിയിലോ അങ്ങനെ വല്ലതും പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി അപ്പോൾ ഈ ആസൂത്രണ കമ്മീഷൻ്റെ മാതൃക നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അല്ലേ? അതായി റിലേറ്റ് ചെയ്തിട്ട് ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്തത് ഏതിലൂടെയാണ്? 5 ഇയർ പ്ലാൻ അഥവാ പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. അതായത് 5 വർഷം കൊണ്ട് ഓരോരോ ലക്ഷ്യം നേടുക എന്നതായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഉദ്ദേശം. ഓക്കെ ആണല്ലോ അത് രണ്ടും. ഇനി അടുത്തത് നിലവിൽ വന്നത് എന്താണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ചോദിക്കാറുണ്ട്. 1950 മാർച്ച് 15. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ് കേട്ടോ. ഉപദേശക സമിതിയാണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, ഇതായി റിലേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ പ്ലാനിംഗ് കൗൺസിലിനെ പറ്റി നോക്കാം. അതിൽ നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് 1965. വർഷം ഓർത്തു വയ്ക്കണം, 1965. ഇനി ആസൂത്രണ കമ്മീഷനെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ നീതി ആയോഗിൻ്റെ കണ്ടില്ലേ, തിങ്ക് ടാങ്ക് കണ്ടില്ലായിരുന്നോ? തിങ്ക് ടാങ്ക്, പോളിസി കമ്മീഷൻ. അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന കുറച്ച് പേരുകളാണ് സമാന്തര ക്യാബിനറ്റ്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ സമാന്തര ക്യാബിനറ്റ്, പിന്നെ എക്കണോമിക് ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല്, സൂപ്പർ ക്യാബിനറ്റ്, സാമ്പത്തിക ക്യാബിനറ്റ്, അങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ഏതാണ്? ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷനാണ്. ആദ്യമായി പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 2001-ലാണ്. എന്നാണ് 2001. ഓക്കെ, 2001. കിട്ടിയല്ലോ. ഇനി അടുത്തത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ വർഷം ഓർത്ത് വയ്ക്കണേ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നായിരുന്നു? നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നായിരുന്നു? 1965 കേട്ടോ. പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് 65-ൽ. ഇനി നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, NDC എന്ന് പറയും, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ രൂപീകരിച്ചത് എന്നാണ്? അത് 1952 ഓഗസ്റ്റ് 6-നാണ്. NDC 52 ഓഗസ്റ്റ് 6-നാണ്. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം?
ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 അല്ലേ? അത് കഴിഞ്ഞിട്ട് NDC വന്നു 2 വർഷത്തിന് ശേഷം 1952 ഓഗസ്റ്റ് 6 നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി എന്ന് പറയൂ കേട്ടോ. ദേശീയ വികസന സമിതി രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6 ഇതും എന്താണ്, ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, ഇത് ഉപദേശക സമിതിയാണ്. ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ അന്തിമ അനുമതി നൽകിയിരുന്നത് ഏതാണ്? ഈ NDC ആണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ഇതിൻ്റെ ആസ്ഥാനവും ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. വിധാൻ ഭവൻ, NDCയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. വിധാൻ ഭവൻ ന്യൂഡൽഹി തന്നെയാണ്, നമുക്കറിയാം. മറ്റേത് ഏതായിരുന്നു? എന്താണ് ആസൂത്രണ കമ്മീഷൻ്റെ ഏതായിരുന്നു ആസ്ഥാനം? യോജന ഭവൻ കേട്ടോ. ആസൂത്രണ കമ്മീഷൻ്റെ ന്യൂഡൽഹി തന്നെ, അത് യോജന ഭവൻ. ഇത് ന്യൂഡൽഹി തന്നെ വിധാൻ ഭവൻ. അടുത്തത് ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ ചെയർമാൻ ആരായിരുന്നു? 52 നെഹ്റു ആയിരുന്നു. 52 നെഹ്റു. ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8 ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8-9 കേട്ടോ. 8-9 നടന്നത്. ഇനി NDCയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. ആരൊക്കെയുണ്ട്? പ്രധാനമന്ത്രിയുണ്ട്. ഓക്കെ, പ്രധാനമന്ത്രിയുണ്ട്. പിന്നെ കേന്ദ്രമന്ത്രിമാരുണ്ട്. സംസ്ഥാന മുഖ്യമന്ത്രിയുണ്ട്. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, പിന്നെ യൂണിയൻ ടെറിട്ടറീസിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരാണോ അവർ, പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ. ഇത്രയും പേരാണ് NDCയിലെ അംഗങ്ങളായിരുന്നത്. NDCയിലെ അംഗങ്ങൾ. ഈ NDC അതിൻ്റെ സുവർണ ജൂബിലി എന്ന് പറയുന്നത് 50ാമത്തെ അല്ലേ? ഈ സുവർണ ജൂബിലി മീറ്റിംഗ് ചേർന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് 2002 ഡിസംബർ 21 കേട്ടോ. 2002 ഡിസംബർ 21. ഓക്കെ ആയല്ലോ. ഇത് എന്താണ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. നീതി ആയോഗം ഈ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പക്ഷെ ഓർത്ത് വെക്കണം, മനസ്സിലാക്കി പഠിച്ചു പോവുകയും ചെയ്യണം. ഇനി നമുക്കൊരു കാര്യം കൂടി ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1967 അധ്യക്ഷൻ ആരാണ്? ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയാണ്. ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? 67 EMS ആയിരുന്നു ആദ്യ അധ്യക്ഷൻ, EMS. ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദ്. ആരാണ്? MK ഹമീദ്. അപ്പോൾ 67 അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്, ആദ്യ അധ്യക്ഷൻ EMS ആയിരുന്നു, ആദ്യ ഉപാധ്യക്ഷൻ MK ഹമീദ് ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇനി നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ഉപകാരപ്രദമാണോ റിവിഷൻ എന്ന രീതിയിൽ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയതെന്നാണ്. ആ ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക്. 2014 ഓഗസ്റ്റ് 13. നമ്മൾ 5 ഇയർ പ്ലാൻ എടുക്കുമ്പോൾ ഇതൊന്നും കൂടി പറയും. എന്നാലും 2014 ഓഗസ്റ്റ് 13 പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയത്. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യത്തെ ഫീമെയിൽ പ്രിസൺ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആണെങ്കിൽ അത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ 5 ഇയർ പ്ലാൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ച് ആൾക്കാരെ പറ്റി, വിശ്വേശ്വരയ്യനെയൊക്കെ പറ്റി പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എടുത്തുവെന്നേ ഉള്ളൂ. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് PC മഹലനോബിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആര്? അത് M വിശ്വേശ്വരയ്യയാണ്. M വിശ്വേശ്വരയ്യ. പിതാവ് വിശ്വേശ്വരയ്യ. പ്ലാനിങ്ങിൻ്റെ ശില്പി ആരാണ്? മഹലനോബിസ്. ശില്പി മഹലനോബിസ്, പിതാവ് വിശ്വേശ്വരയ്യയാണ്. ഇത് വിശ്വേശ്വരയ്യ നമ്മുടെ എക്സൈസിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിശ്വേശ്വരയ്യയുടെ ഒരു ബുക്കുണ്ട്. എന്താണ്? പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്.
ചോദിച്ചിട്ടുള്ളതാണ് പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ. അത് 1934 കേട്ടോ, വർഷം 34. പിന്നെ ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും എം വിശ്വേശ്വരയ്യയാണ്. എൻജിനീയേഴ്സ് ഡേ എന്നാണ്? സെപ്റ്റംബർ 15. വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 എൻജിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യമാണ്. നോക്കി, നമ്മൾ പറഞ്ഞില്ലായിരുന്നോ നീതി ആയോഗിൻ്റെ 4 പോയിന്റ്സ്? നോക്കി, ആ ക്വസ്റ്റ്യൻ തന്നെ ഇത്. നോക്കൂ, ഒന്നാമത്തെ നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, ഇവയെല്ലാം. ഏത് ആൻസർ വരിക? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ഓപ്ഷൻ 4 ഇവയെല്ലാം അല്ലേ. ഇതൊക്കെ നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അടുത്തത് നീതി ആയോഗിൻ്റെ CEO ആരാണിതും? 2024 പോലീസ് ഡ്രൈവറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇപ്പോഴത്തെ CEO? BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം. ഓക്കെ, BVR സുബ്രഹ്മണ്യം. അടുത്തത്, താഴെ പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതേത്? UPSC, നീതി ആയോഗ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ. ഭരണഘടനാ സ്ഥാപനമല്ലാത്തത് നീതി ആയോഗാണ് വരുന്നത്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഒരു ഉപദേശക സമിതി, ഒരു അഡ്വൈസറി ബോഡിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം. അടുത്തത്, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം എവിടെയാ? ന്യൂഡൽഹി. ആസ്ഥാനം ന്യൂഡൽഹി. ഇത് പ്രീവിയസ് ആണ് കേട്ടോ, ഈ വർഷം തന്നെ ചോദിച്ചതാണ്. അടുത്തത് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, എന്താണ്? വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? ഇതിൽ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ, ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്, നമ്മൾ പറഞ്ഞു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് പറഞ്ഞു. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, അതായത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി അല്ലേ, അപ്പോൾ ആ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ 5 ഇയർ പ്ലാൻ ഉണ്ട്. 5 ഇയർ പ്ലാൻ ഞാൻ മറന്നുപോയതല്ല, അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ദിവസം തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് കാണുക, രാത്രിത്തോടു കൂടി നാളത്തേക്ക് ഇത് പഠിക്കണം എന്നുള്ള അപ്ഡേറ്റ് ചെയ്യാം. നാളെ രാവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റമിൻസിൻ്റെ ഇതുപോലെ തന്നെ ക്ലാസ് ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.